ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. ഇന്ന് നമുക്ക് ഫോർമൽ ലെറ്ററിനെ കുറിച്ച് പഠിക്കാം. പരീക്ഷകൾക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതാണ്ടാകും. ഇൻഫോർമൽ ലെറ്ററോ അല്ലെങ്കിൽ ഫോർമൽ ലെറ്ററോ. ഇൻഫോർമൽ ലെറ്ററിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഫോർമൽ ലെറ്റേഴ്സ്. ഫോർമൽ ലെറ്റർ സാധാരണ ഒഫീഷ്യൽ ബിസിനസ് ലെറ്റേഴ്സൊക്കെയാണ് ഫോർമൽ ലെറ്ററായിട്ട് വരിക. അതിലെ ഭാഷയ്ക്ക് ഒരു ഫോർമാലിറ്റി ആവശ്യമുണ്ടാകും. ഫോർമാലിറ്റിയോടുകൂടി നമ്മൾ ഫോർമാലിറ്റി കൽപ്പിക്കുന്ന ആളുകൾക്ക് എഴുതുന്ന കത്തുകൾക്കാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ രൂപമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ആ വൈറ്റ് കോളം നിങ്ങളുടെ പേജാണെന്ന് സങ്കല്പിക്കുക. പേജിൻ്റെ ഇടത് ഭാഗത്താണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ ചില കത്തുകളിലൊക്കെ വലത് ഭാഗത്ത് അഡ്രസ്സൊക്കെ എഴുതുന്ന ഒരു രീതിയുണ്ട്. അത് തെറ്റാണ് എന്നല്ല, പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ ഇടത് ഭാഗത്ത് തന്നെ അഡ്രസ്സും ഡേറ്റും സ്വീകരിക്കുന്ന ആൾ അഡ്രസ്സും എല്ലാം എഴുതുന്ന ശൈലിയാണ് ഏറ്റവും നല്ല രീതി. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം. ഫോർമൽ ലെറ്ററിൽ ആദ്യം എഴുതേണ്ടത് റൈറ്റേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം. എഴുതുന്ന ആളുടെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ആദ്യം ആരാണോ കത്തെഴുതുന്നത് അയാളുടെ അഡ്രസ്, ആ അഡ്രസ്സ് കൊടുക്കുമ്പോൾ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, പേര് കൊടുക്കേണ്ട ആവശ്യമില്ല, അഡ്രസ് മാത്രം എഴുതാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, നേരെ അതിൻ്റെ താഴെ ആയിട്ട് ഡേറ്റ് എഴുതുന്നതിൻ്റെ രൂപം ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഡേറ്റ് എഴുതേണ്ടത്. മാസത്തിൻ്റെ പേര് അത് പേരാക്കി തന്നെ എഴുതുക, ആ ഒരു ശൈലിയിൽ ഡേറ്റ് എഴുതുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് സ്വീകരിക്കുന്ന ആളുടെ അഡ്രസ്സാണ്. നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് അയാളുടെ അഡ്രസ്സാണ് മൂന്നാമത് കൊടുക്കേണ്ടത്. അതിന് താഴെ ഒക്കെ നേരെ താഴെയായിട്ടാണ് എഴുതേണ്ടത്. അതിന് താഴെ സബ്ജക്റ്റ്. നമ്മൾ കത്തെഴുതുമ്പോൾ ഫോർമൽ ലെറ്റർ ആകുമ്പോൾ അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാകും. ആ സബ്ജക്റ്റാണ് അടുത്തത്. സബ്ജക്റ്റ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നല്ല അട്രാക്റ്റീവായിരിക്കണം, ചുരുങ്ങിയ രീതിയിലായിരിക്കണം സബ്ജക്റ്റ് എഴുതേണ്ടത്. ചുരുങ്ങിയ വാക്കുകളിൽ സബ്ജക്റ്റ് ഒതുക്കണം, ചുരുക്കിയിട്ട് സബ്ജക്റ്റ് എഴുതുക. അടുത്തത് സല്യൂട്ടേഷനാണ്. ഡിയർ സാർ, ഏറ്റവും നല്ലൊരു സല്യൂട്ടേഷനാണത്. എല്ലാ കത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സല്യൂട്ടേഷനാണ് ഡിയർ സാർ. നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആളെ എല്ലാവരെയും, അത് എല്ലാ മേഖലയിലിരിക്കുന്ന ആളുകളെയും നമുക്ക് സാർ എന്ന് അഭിസംബോധന ചെയ്യാൻ കഴിയും. അപ്പോൾ ഏറ്റവും നല്ലൊരു മാതൃകയാണ് ഡിയർ സാർ എന്നുള്ള ഒരു സല്യൂട്ടേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പ്, 5 സ്റ്റെപ്പ് ഇപ്പം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് ആറാമത്തത് ദ ബോഡി ഓഫ് ദി ലെറ്ററാണ്. ബോഡി ഓഫ് ദി ലെറ്ററാണ് ലെറ്റർ എന്ന് പറയുന്നത്. ലെറ്ററിൻ്റെ എല്ലാം ബോഡി ഓഫ് ദി ലെറ്ററാണ്. അതിൽ വേണ്ടത്, ബോഡി ഓഫ് ദി ലെറ്ററിനെ നമുക്ക് 3 തരംതിരിക്കാം. 1 സെൽഫ് ഇൻട്രൊഡക്ഷൻ, 2 സബ്ജക്റ്റ് മാറ്റർ, 3 റിക്വസ്റ്റ് ആൻഡ് താങ്ക്സ് എക്സ്പ്രഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ വളരെ ചുരുക്കിയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നല്ല, ഈ ബോഡി ഓഫ് ദി ലെറ്റർ തന്നെ ടോട്ടൽ നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കണം. നമ്മളെ ഇൻഫോർമൽ ലെറ്റർ പോലെ നീട്ടി വലിച്ച് ആ സംസാര രൂപത്തിലാവരുത്. ഒരു ഫോർമൽ രൂപത്തിലുള്ള വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ശൈലിയാണ് ഇതിന് ഏറ്റവും നല്ലത്.
അപ്പോൾ അതിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ചേർക്കുമ്പോൾ ഒരു അറിയപ്പെട്ട ആളാണെങ്കിൽ, കത്തെഴുതുന്ന ഞാൻ ഇപ്പോൾ അറിയപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എൻ്റെ പേര് വെച്ചിട്ട് എഴുതാം. അപ്പം അറിയപ്പെടാത്ത ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ട് അയാൾ അറിയപ്പെട്ടിട്ടില്ല, അങ്ങനെയെങ്കിൽ അയാളുടെ പൊസിഷൻ നമുക്ക് നൽകാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂൾ ലീഡറാണ്, പ്രിൻസിപ്പളിനൊരു കത്തെഴുതാണ്. അപ്പോൾ കത്തെഴുതുമ്പോൾ ഞാൻ സ്കൂൾ ലീഡറാണ് എന്ന രൂപത്തിൽ കത്തെഴുതുക. അവിടെ പേര് ചേർക്കുന്നതിന് പകരം സ്കൂൾ ലീഡർ എന്ന് ചേർക്കുക. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് കൺവീനർ എന്ന രൂപത്തിൽ. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ, ആ രൂപത്തിൽ കത്തെഴുതുക. അങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ നൽകേണ്ടത്. നല്ല അറിയപ്പെട്ട വ്യക്തിയാണ്, വ്യക്തിപരമായിട്ട് അയാൾ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ പേര് തന്നെ ചേർക്കാം. ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് ചേർത്തിട്ട് കത്തെഴുതാം. അതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തത് സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മൾ വിഷയം മുകളിൽ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ വിഷയം നമ്മൾ അവതരിപ്പിക്കുക. എന്തിനാണ് നമ്മൾ ഈ കത്തെഴുതുന്നത്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കത്തയക്കുന്നത്, ആ ആവശ്യം അവിടെ വിശദീകരിച്ച് എഴുതുക. ഇനി മൂന്നാമത്തത് റിക്വസ്റ്റ് ആൻഡ് താങ്ക്സ് എക്സ്പ്രഷൻ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ ഒരു താങ്ക്സ് പ്രകടനവും മൂന്നാമത്തത്. ഇനി നാലാമത്തത്, അവിടെ ബോഡി ഓഫ് ദി ലെറ്റർ, ഇത് മൂന്നുമാണ് ബോഡി ഓഫ് ദി ലെറ്ററിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇത് മൂന്നും ഉൾപ്പെടുത്തിയിട്ടാണ് ബോഡി ഓഫ് ദി ലെറ്റർ എഴുതേണ്ടത്. ഒന്നാമത്തത് സെൽഫ് ഇൻട്രൊഡക്ഷൻ, 2 സബ്ജക്റ്റ് മാറ്റർ, 3 റിക്വസ്റ്റ് ആൻഡ് താങ്ക്സ് എക്സ്പ്രഷൻ. ഇനി കത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് കൺക്ലൂഷൻ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നുള്ള ഏറ്റവും നല്ലൊരു രീതി തന്നെ അതിന് നമുക്ക് സ്വീകരിക്കാം. അവിടെ യുവേഴ്സ് എന്ന് എഴുതുന്നിടത്ത് പലരും അപ്പോസ്ട്രോഫിയൊക്കെ ഇടാറുണ്ട്. അത് വേണ്ട, യുവേഴ്സ് എന്നുള്ളത് ഒറ്റ വാക്കാണ്, ഫെയ്ത്ത്ഫുള്ളി. പിന്നെ SD റൈറ്റേഴ്സ് നെയിം, എഴുതുന്ന ആളുടെ പേര് ഇവിടെയാണ് ചേർക്കേണ്ടത്, മുകളിൽ കൊടുക്കേണ്ട. അപ്പോൾ മുകളിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം മുകളിലും താഴെയുമാകുമ്പോൾ അതൊരു ആവർത്തനം വരും. അപ്പോൾ മുകളിൽ കൊടുക്കണ്ട, അവസാനത്തിൽ പേര് കൊടുക്കുക, ഒപ്പ്, അതിന് താഴെ എഴുതുന്ന ആളുടെ പേര്. ഈ ഒരു രീതിയാണ്, ഈ ഒരു മോഡലാണ് നമ്മുടെ ഫോർമൽ ലെറ്ററിൻ്റെ മോഡൽ. ഇത് സാധാരണ ഒഫീഷ്യൽ ബിസിനസ് ലെറ്റേഴ്സിനൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ.